ഇതിൽ ആരാദ്യം പറയുന്നു അവർക്ക് ഏറ്റവും പ്രൊമിനന്റ് ആയ ഉത്തരം പറയാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് ആദ്യം ആര് പറയണമെന്ന് തീരുമാനിക്കുന്നതും പുരുഷു എന്ന കമ്പ്യൂട്ടറാണ്. പുരുഷു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വരട്ടെ, നമുക്ക് ആശാനിൽ നിന്ന് തന്നെ തുടങ്ങാം. അതെ, എല്ലാവരും കൊടുത്ത ബഹുമാനം നമുക്കും കൊടുക്കാം. ആശാൻ ഇതിലൊരെണ്ണം തിരഞ്ഞെടുത്തോളൂ. ബി. ഇപ്പൊ മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് ആശാനായത്? മനസ്സിലായി. അദ്ദേഹത്തിന്റെ ആ ഒരു പുരുഷ പോലും വിറച്ചു പോയി. ഇനി രണ്ടാമതാരാണ്? സച്ചിൻ. എ. അഭിജിത്ത്. ഡി. ഇതിന് സി. പലപ്പോഴും നമ്മളിവിടെ പല റൗണ്ടുകൾ നടത്തിയിട്ടുണ്ടെങ്കിലും ഇത്ര ക്രോണോളജിക്കൽ ഓർഡർ കൃത്യമായിട്ട് ക്രമാനുഗതമായി 1, 2, 3, 4 അങ്ങനെ തുറക്കാൻ പലർക്കും പറ്റിയിട്ടില്ല. നിങ്ങളാണ് തുറന്നത്. ആശാനെ ചോദ്യം ആരംഭിക്കുകയാണ്. ഓക്കെ, എന്തുകൊണ്ടാണ് സ്വർണം ഏറ്റവും പ്രിയപ്പെട്ട ലോഹമാവുന്നത്? ഈ 4 പേരിൽ ഒരല്പമെങ്കിലും സ്വർണം ശരീരത്തിൽ ധരിച്ചത് ആശാൻ മാത്രമാണ്. ആശാന്റെ കഴുത്തിൽ അങ്ങനെ കിടക്കുക ഒരു 2-2.5 പവന്റെ മാല മിന്നിത്തിളങ്ങി. എന്തുകൊണ്ടാണ് സ്വർണം പ്രിയപ്പെട്ട ലോഹമാവുന്നത്? കാഴ്ചയിലുള്ള ഭംഗി മറ്റു ലോഹത്തെക്കാട്ടിലും വേറിട്ട് നിൽക്കുന്നു. കാഴ്ചയിലുള്ള ഭംഗി, അതിന്റെ സൗന്ദര്യം കൊണ്ട്. നോക്കട്ടെ എത്ര പേര് പറഞ്ഞിട്ടുണ്ടെന്ന്. 8% പേര് അതാണ് പറഞ്ഞിരിക്കുന്നത്. സച്ചിൻ. ഏറ്റവും വിലപിടിപ്പുള്ളതായത് സ്വർണത്തിന് അതിന്റെ വില കൊണ്ട്, വിലപിടിപ്പുള്ളതായതുകൊണ്ട്. എത്ര പേര് പറഞ്ഞിട്ടുണ്ടെന്ന് നോക്കട്ടെ. 25% പേര് അത് പറഞ്ഞിട്ടുണ്ട്. അഭിജിത്ത്. ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതാണ്. ഏറ്റവും കൂടുതലായി ഉപയോഗിക്കുന്നത് കൊണ്ട് എന്ന് ആരെങ്കിലും ഇതിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കട്ടെ. ആരും തന്നെ പറഞ്ഞിട്ടില്ല. അഭിജിത്ത് പ്രശ്നമായി. വിപിൻ. മറ്റുള്ള വസ്തുക്കളിൽ നിന്ന് വേറിട്ട് നിൽക്കില്ലേ? മറ്റുന്ന വസ്തുക്കളോട് വേറിട്ട് നിൽക്കുന്നുണ്ട്. ഒന്ന് തുറന്നാല് നോക്കട്ടെ. ഇത് പുരുഷേ ചെറുതുകൊണ്ട് ഇത് നന്ദിനിയുടെ ആളാ വന്ന് നിൽക്കുന്നത്. ഓക്കെ, ഇനി മറ്റുള്ളത് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. എ, സമ്പാദ്യം കൂടി ആയതുകൊണ്ട് ദാറ്റ് ഇസ് എൻ ഇൻവെസ്റ്റ്മെന്റ്. അത് നമുക്ക് എടുത്തു വെക്കാം, സൂക്ഷിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. പൈസ പോലെ തന്നെ സൂക്ഷിക്കാം. സമ്പാദ്യമായതുകൊണ്ടെന്നാണ് 27% പേര് പറഞ്ഞത്. ഓപ്പൺ ബി. പണയം വെക്കാനും വിൽക്കാനും എളുപ്പമായതുകൊണ്ട്. അതൊരു വലിയ പോയിന്റാ. എപ്പോഴാ പണയം വെക്കേണ്ടി വരുന്നതെന്ന് നമുക്ക് സ്വർണത്തിന്റെ കാര്യത്തിൽ മാത്രം ഒന്നും പറയാൻ പറ്റിയല്ല. സി, പരമ്പരാഗതമായി ഉണ്ടായ സ്ഥാനം. സ്വർണം കല്യാണങ്ങൾക്കും മറ്റു കാര്യങ്ങൾക്കും എല്ലാം നല്ല കൊച്ചിനൊരു 28 വരുമ്പം പ്ലാസ്റ്റിക്കിന്റെ അരഞ്ഞാണം കെട്ടാം, അല്ലെ പ്ലാസ്റ്റിക്കിന്റെ മോതിരിടാൻ നമുക്ക് വെക്കാൻ പറ്റിയല്ല. കാരണം സ്വർണത്തിന് പരമ്പരാഗതമായി അതിൻ്റെ ഒരു സ്ഥാനമുണ്ട്. നമുക്ക് അടുത്തത് വീണ്ടും പുരുഷനെ തുറക്കാനുള്ള അവസ്ഥയിലേക്ക് വരികയാണ്. പുരുഷ വീണ്ടും വരട്ടെ. ഇനി നമുക്ക് ഇതിനകത്ത് ഓരോന്നോരോന്നായിട്ട് തുറക്കാം. ആദ്യം വിപിൻ. ഞാൻ ഫസ്റ്റ് ഡി. അനൂപ് മാഷ്. വീണ്ടും വിദേശിക്കും. ആശാൻ ആശയഗംഭീരൻ എന്നാണല്ലോ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അടുത്തത് അഭിജിത്ത്. ബി. സച്ചിൻ. സ്വാഭാവികമായിട്ട് 3 ആണല്ലോ. അതെ, 3 ആണെങ്കിലും ഒന്ന് പറയാലോ. സി. ബുദ്ധിമാനാണ്. 3. അപ്പോൾ വീണ്ടും ആശാനുമായിട്ട് ഇഞ്ചോടിഞ്ചുള്ള പോരാട്ടത്തിന് വേണ്ടി ഞാൻ ഇറങ്ങിയാണ്. സാധാരണക്കാർക്ക് ഏറ്റവും പേടിയുള്ള ജീവി ഏതാണ്? പാമ്പ്. എത്ര പേര് പറഞ്ഞിട്ടുണ്ടെന്ന് നോക്കട്ടെ. 31% പേര് അത് പറഞ്ഞിട്ടുണ്ട്. അഭിജിത്ത്. എലി. ഏതാണ്? എലി. എക്സ്പ്രഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. എലിയെ പേടിച്ച് ഇല്ല ചുടുക. ഒന്നുകൂടെ പറഞ്ഞ എലി എന്ന് പറഞ്ഞേ. പ്ലീസ്. അതായത് അഭിജിത്തിന് പെട്ടെന്ന് ഒരു എലി വന്നാൽ അഭിജിത്ത് ഓടിക്കളയും. അഭിജിത്തിന്റെ എല്ലാ പൊതുജനം പറഞ്ഞ എലിയാണ്. എലി എത്ര പേര് പറഞ്ഞിട്ടുണ്ടെന്ന് നോക്കട്ടെ. ഞാനോർത്ത് ഇതൊന്നും ആരും കാണിയല്ലെന്ന്. അഭിജിത്തിന് 18% ആണ് എലി പറഞ്ഞതിന് കിട്ടിയത്. ഇനി ആരാണ്? സച്ചിനെ. നായ്ക്കൾ. നോക്കട്ടെ എത്ര ശതമാനം പേർക്ക് പേരുണ്ടെന്ന്. ഇനി ഏതാണ് ജീവി? തേളില്ലേ? തേള്.
വെറൈറ്റി ഞാനൊക്കെ നല്ലൊരു തേളിനെ കണ്ട കാലം മറന്നു. ഞാൻ തേളിനെ കണ്ടിട്ടേ ഇല്ല. ഞാൻ തേളിനെ കണ്ടിട്ടേ ഇല്ല ഇവിടെ. ആ നോക്കട്ടെ, തേള് പറഞ്ഞിട്ടുണ്ടോ ആരേലും? ഒരു മനുഷ്യന് തേളിനെയൊക്കെ കണ്ട ചെരുപ്പ് ഊരിയിട്ട് ഒറ്റ അടി കൊടുത്താൽ അതിന്റെ ഇടപാട് തീർന്നു. അതിനാണ് തേള്. എന്താണെന്ന് നോക്കട്ടെ. പാറ്റ 21%. പെണ്ണുങ്ങൾക്കൊക്കെ ഭയങ്കര പേടിയാ പാറ്റ. ഈ ആന 10% പേർക്ക് ആനയെ പേടിയാണ്. അതാണ് ആന വരുമ്പോ തന്നെ വഴിയുണ്ടാവും. ഉത്സവത്തിന് പോയാൽ ദൈവത്തിനെ പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ ആന ഇടയുന്നുണ്ടെന്നും കൂടെ നോക്കിയാണ് ആൾക്കാർ നിൽക്കുന്നത്. അപ്പൊ ആനയായിരുന്നു അടുത്ത ഉത്തരം. നിങ്ങളുടെയൊക്കെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ വളർത്തുന്നുണ്ടോ? താൻ എന്തിനേലും വളർത്തുന്നുണ്ടോ? എനിക്ക് തന്നെ ജീവിക്കാൻ പറ്റുന്നില്ല. എനിക്ക് തന്നെ ജീവിക്കാൻ പറ്റാനുള്ള അതിന്റെ കൂടുതൽ എന്തെങ്കിലും വളർത്താനൊക്കെ പറയുന്നത്. കിട്ടുന്ന ഭക്ഷണം നിങ്ങൾക്ക് തന്നെ തികയുന്നില്ല അല്ലേ? കള്ളു കുടിച്ച് മുടിഞ്ഞ കുടുംബങ്ങൾ എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഭക്ഷണം കഴിച്ച് മുടിഞ്ഞ കുടുംബം ഞാൻ ആദ്യമായിട്ട് കാണുക. വേറെ എല്ലാം ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടാ. നിങ്ങളുടെ വീട്ടിൽ എന്തിനേലും വളർത്തുന്നുണ്ടോ മക്കളല്ലാതെ? തത്ത. വർത്താനം പറയോ? കിട്ടിയുള്ളൂ, വേറൊന്നും പറഞ്ഞില്ല അല്ലേ? ചില കിളികൾ ചില സമയത്ത് കരയുന്നത് ഭയങ്കര അത്ഭുതമാണ്. ശരിക്കും വർത്താനം പറയുന്ന പോലെ നമുക്ക് തോന്നും. ഞങ്ങളൊരു ദിവസം ഒരു പരിപാടി കഴിഞ്ഞിട്ട് ഒരു വിദേശ രാജ്യത്ത് പുറത്തേക്ക് ഇറങ്ങി ബാഗ്, ഇവിടെ ആ കിളീനെ ഞാൻ കണ്ടിട്ടില്ല, ബാഗൊക്കെ ഇറക്കി ഹോട്ടൽ റൂമിന്റെ വാതിക്കെ ഞങ്ങൾ എല്ലാവരും 10-30 ആർട്ടിസ്റ്റുകൾ കൂടെ വണ്ടിയിലോട്ട് ഇങ്ങനെ കയറാൻ വേണ്ടി നിൽക്കുമ്പോൾ മരത്തിൽ വന്നൊരു കിളി ഞാൻ പറഞ്ഞു, എടാ ഈ കിളി പോവാണോ എന്നല്ല ചോദിക്കുന്നത്. എല്ലാവരും ശരിയാ പോവാണോ ചോദിക്കുന്ന ഒരു കിളി ഏതോ ഒരു രാജ്യത്തുണ്ടായിരുന്നു. ഇനി നമ്മൾ പറഞ്ഞല്ലോ അല്ലേ, വീട്ടിൽ എന്തിനും വളർത്തുന്നുണ്ടോ? ഒന്നും വളർത്തുന്നു. എന്റെ ആഗ്രഹം തോന്നുന്നില്ല എന്തിനും വളർത്തണമെന്നൊക്കെ. ആഗ്രഹമുണ്ട്, പക്ഷെ വീട്ടുകാർ പറഞ്ഞ ഈ ഒന്നും മതി എന്നാ പറയണേ. ഈ ഒരെണ്ണം മതി എന്നാ പറയണേ. ഈ ഒരെണ്ണം കൊണ്ട് തന്നെ വീട്ടുകാർ നിർത്തി അല്ലേ? അടുത്തത് വീണ്ടും നമ്മൾ അടുത്ത ചോദ്യങ്ങളിലേക്ക് പോകുന്നതിന് വേണ്ടി പുരുഷ വരികയാണ്. ഇപ്പൊ ആര് വേണം നന്ദിനി? നമുക്ക് വിപിൻ ഒരു ചാൻസും കൂടെ കൊടുക്കാം. ബി 3-ാം സ്ഥാനം. ആശാനെ എ. ഡി. സച്ചിൻ സി. ആ ശരി, ഫ്രൂട്ട്സ് കഴിക്കുന്നതുകൊണ്ട് ശരീരത്തിന് എന്തെങ്കിലും ഗുണഗണങ്ങളൊക്കെ ഉണ്ടോ? ഗുണങ്ങൾ കഴിക്കണം, തീർച്ചയായിട്ടും കഴിക്കുന്നത് നല്ലത് തന്നെയാണ്. പക്ഷേ ഈ ചിക്കനൊക്കെ കഴിക്കുന്നതിനോട് ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കാവോ? കഴിക്കണം, തീർച്ചയായും. അപ്പോഴേ കൂടുതൽ ഫൈബർ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുള്ളൂ അല്ലേ? ഫ്രൂട്ട്സിനകത്ത് ഫൈബർ ഉണ്ട്, വൈറ്റമിൻസ് ഉണ്ട്, മിനറൽസ് ഉണ്ട്, പിന്നെ ചില ഫ്രൂട്ട്സിനകത്ത് പ്രോട്ടീൻസ് ഉണ്ട്. നിങ്ങൾ ഏത് ഫ്രൂട്ട്സ് ഏറ്റവും കൂടുതൽ കഴിക്കുന്നത്? നമ്മൾ സീസണബിൾ ആയിട്ടുള്ള സീസണബിൾ ആയിട്ട് കിട്ടുന്ന സാധനങ്ങൾ മുഴുവൻ കഴിക്കും. അങ്ങനെ ഒരുപാട് പേര് ഈ അനാർ എന്ന് പറഞ്ഞ സാധനം ഇടയ്ക്കിടയ്ക്ക് ചുവന്ന സാധനം ഇല്ലേ, അതിന്റെ പേരെന്താണ് ശരിക്കും? അനാറിന്റെ മലയാളം മാതളം തിന്നുന്നുണ്ട്. അതെന്താണ് അത്ര സംഭവം? മാതളം കഴിക്കുന്നതുകൊണ്ട് നമുക്ക് സ്റ്റൊമക്കിന്, വയറിന് നല്ല ഒരുപാട് അതിന്റെ എല്ലാ തൊലിയാണെന്നുണ്ടെങ്കിലും എല്ലാം ഉണക്കിയാണെന്നുണ്ടല്ലോ, തൊലി അതിന്റെ ഉണക്കി പൊടിച്ച് അത് ഈ ഒരുപാട് ആയുർവേദ മെഡിസിനുകൾക്കൊക്കെ യൂസ് ചെയ്യുന്നു. ആശാനോട് സംസാരിക്കുമ്പോ എനിക്ക് തോന്നും ശക്തി മാത്രമല്ല, ആശാന് നിറയെ ബുദ്ധി കൂടിയാണ് ആ മസിലിനകത്ത്. തോന്നുന്നു. ചിക്കൻ ഒരു ദിവസം ഏറ്റവും കൂടുതൽ എത്ര, ഒരു ഫുൾ ചിക്കൻ ഒക്കെ തിന്നിട്ടുണ്ടോ എപ്പോഴെങ്കിലും? വാങ്ങി തരുവാണേ നമുക്ക് ട്രൈ ചെയ്യാം. അതൊന്നും മേടിച്ച് തരികയല്ലേ, നിങ്ങൾ തിന്നിട്ടുണ്ടോന്നാ ഞാൻ ചോദിച്ചത്. കഴിച്ചിട്ടുണ്ട്. ഒരു ഫുൾ ചിക്കൻ തിന്നും. 3 ചിക്കൻ. നിങ്ങൾ കുറുക്കനാണോ? ഇപ്പോഴത്തെ കോഴി കണ്ടിട്ടില്ല, എത്ര ഉള്ളൂ. അല്ല പിന്നെ കടയിൽ പോയി ബോയിലർ വാങ്ങി. ഇപ്പോഴത്തെ കോഴി ഇത്ര ഉള്ളു. പണ്ട് തന്നെ കോഴി ഒട്ടാപ്പക്ഷിയുടെ എത്രയായിരുന്നു നടന്നിരുന്നത്? പണ്ട് കോഴി ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. 3 ചിക്കനൊക്കെ കഠിനം തന്നെ കേട്ടോ. ഞാനൊന്ന് മാറി നിൽക്കുന്നതായിരിക്കും നല്ല. ചിലപ്പോ എന്നെ എങ്ങനെ പിടിച്ചു വിഴുങ്ങിയാലോ ഇവർക്ക് വെച്ചിട്ട്. വിശക്കുന്നുണ്ടെന്ന് കരുതി വിഷം തിന്നാൻ പറ്റുമോ നന്ദിനി? ഓക്കെ, അപ്പൊ നമ്മള് നമ്മുടെ ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. മലയാളി ഏറ്റവും കൂടുതൽ ഭക്ഷിക്കുന്ന ഫ്രൂട്ട്, പഴവർഗം ഏതാണ്? അഭിജിത്ത്. ബനാന. ബനാന? വാഴപ്പഴം. നോക്കട്ടെ. വെരി ഗുഡ്. 28% പേര് അത് കഴിക്കുന്നുണ്ട്. സച്ചിൻ? പപ്പായ മലയാളി ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ഫ്രൂട്ട്. നോക്കട്ടെ. ഒരൊറ്റ മനുഷ്യൻ ഈ പപ്പായയുടെ പേര് ഞങ്ങൾ സർവേ നടത്തിയിട്ട് പറഞ്ഞില്ലല്ലോ. ഇനി ചക്കപ്പഴം, ജാക്ക് ഫ്രൂട്ട്. ചക്കപ്പഴം എത്ര പേര് കഴിക്കുന്നുണ്ടോ നോക്കട്ടെ. 20% പേര്. ഇനി ആശാനാണ്. ആശാൻ ഏത് ഫ്രൂട്ടാണ്? ആപ്പിള്. അതൊരു സെറ്റാണ്, കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടുന്ന ആപ്പിൾ, ഓറഞ്ച്, മുന്തിരി തുടങ്ങിയ ഫ്രൂട്ടുകൾ. നോക്കട്ടെ.
ഇനി നമുക്ക് എയും ബിയും എന്താണെന്ന് നോക്കാം. ഓപ്പൺ എ. മുന്തിരി. മാമ്പഴം 21% പേര് തിന്നുന്നുണ്ട്. ഓപ്പൺ ബി. കൈതച്ചക്ക 8% പേര് തിന്നുന്നുണ്ട്. ബിരിയാണി കഴിയുമ്പോൾ മുറിച്ചൊക്കെ തരുമല്ലോ. അപ്പോൾ ഇനി ഈ റൗണ്ട് അവസാനിക്കുമ്പോൾ നിങ്ങളിൽ ആരാണ് ഈ റൗണ്ടിൽ പുറത്താകുന്നത് എന്ന് പുരുഷു നിങ്ങൾക്ക് ഇപ്പം പറഞ്ഞു തരും. സച്ചിൻ 45, അനൂപ് 62, അഭിജിത്ത് രാജു 46, വിപിൻ 20. ഇതിൽ വിപിൻ നമ്മളെ വിട്ട് താൽക്കാലികമായിട്ട് വിടവാങ്ങിയാണ്. വിപിൻ വരൂ. ആദ്യ റൗണ്ടിൽ സ്വന്തം ആശാന് വേണ്ടി തൻ്റെ അവസരം ത്യാഗം ചെയ്യാൻ മനസ്സ് കാണിച്ചു. പക്ഷെ ആ കാണിച്ച മനസ്സിനകത്ത് ഇച്ചിരി കള്ളത്തരം ഉണ്ടായിരുന്നത് ദൈവം കണ്ടു. സ്വന്തം നമ്പർ. ഞാൻ വേറൊരു സംഭവം കണ്ടു. എന്താ കണ്ടത്? പിന്നെ അവിടെ നിന്ന് വന്ന് മസിൽ വിറപ്പിച്ചത്. എവിടെ എവിടെ എപ്പോഴാ വിറപ്പിച്ച്? ഇത് വളരെ നല്ല ഒരു സംഭവമാണ് കേട്ടോ, ഈ മസിൽ വിറപ്പിക്കുന്നത്. ഇത് നിങ്ങളുടെ ജിമ്മിന്റെ ഭാഗമായിട്ട് നിങ്ങൾ പഠിച്ചെടുക്കുന്നതാണോ? ഇതിന് ട്രെയിനിങ് ഉണ്ടോ? അല്ലല്ല, അത് നമുക്ക് മസിൽ ശ്രമിക്കുന്നു നോക്കട്ടെ. ഡിസ്കോ ഡാൻസിന്റെ ഒരു മസിലാണ്. അതെ, ഔട്ട് ആവുമ്പോ വിറപ്പിക്കാൻ കൊള്ളാം. നമ്മളൊരു മത്സരം വെക്കുന്നതിനെ പറ്റി എന്താ അഭിപ്രായം? എന്ത് മത്സരം? പുഷപ്പ് മത്സരം. അല്ല, മുണ്ടെടുത്തോട്ട് ഇങ്ങനൊരു അക്രമം വേണോ? ഇല്ല, കുഴപ്പമില്ല, പുറകിൽ വന്ന് നിൽക്കായിരുന്നു. വല്ല സിറ്റപ്പ് വല്ല മതി. 1 2 3 start. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23. വിപിനെ ജയിച്ചു. വിപിനെ അങ്ങനെ ജയിക്കല്ലേ. ജുബേട്ടോണ്ടാ ഷർട്ടിടാ നിക്കുവാരുന്നെ കാണിച്ചു തരായിരുന്നു. ഇതിട്ട് കാരണമാണോ? അല്ലെ പൊരിച്ചേനെന്നാ? കണ്ണിച്ചോരുണ്ടോ നിനക്ക്? ഒരു പാവത്താൻ ഒരു സാത്വികൻ കൂട്ടത്തിൽ മത്സരിക്കുന്നു. ഒന്ന് തോറ്റു തരാനുള്ള മനസ്സ് കാണിക്കാതെ. ആശാന് മാത്രമേ തോറ്റു കൊടുക്കത്തുള്ളൂ അല്ലേ? ആശാന് മാത്രമേ തോറ്റു കൊടുക്കൂ. അയ്യോ, 10 വർഷത്തിന് ശേഷം ഞാൻ ഇത്ര അധ്വാനിക്കുന്നത്. കൊള്ളാം. ഇവനുള്ള സമ്മാനങ്ങൾ കൊടുത്തു വിട്ടേക്കോ. പെട്ടെന്നാട്ടെ.